വണ്ടികൾക്ക് നമ്മൾ 7 ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പ്ലസ് അത് കൂടാതെ 1 മാസത്തെ എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ ഇത്രയും ഭാഗങ്ങൾക്ക് നമ്മൾ 1 മാസത്തെ എല്ലാ സാധനങ്ങൾക്കും മെയിൻ ആയിട്ട് ഒരു കസ്റ്റമർക്ക് കൂടുതൽ എക്സ്പെൻസ് വരാവുന്ന സംഭവങ്ങളാണ് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ. അപ്പൊ അതിന് നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു വാറണ്ടി കൊടുക്കും 1 മാസത്തേക്ക്. അത് 1 മാസത്തേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അത് ഇന്ന കിലോമീറ്റർ ഒന്നും ഇല്ല, എത്ര നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അല്ലേ? ഹായ്, നമ്മുടെ വിൽഫ്രഡ് ഹബിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് തൃശ്ശൂര് ശങ്കരയ്യ റോഡിലാണ് നിൽക്കുന്നത്. 1.5 വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ അധീഷ് ചേട്ടൻ നമ്മുടെ കൂടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാനായിട്ട്. അധീഷ് ചേട്ടാ നമസ്കാരം. ഓക്കെ, ഇവിടെ ഷോറൂമിന്റെ പേര് എന്ന് പറയുന്നത് ഓട്ടോ ലെജസി എന്നാണ്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ലോൺ ഉണ്ട്, ലോൺ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ വണ്ടികളും ഉണ്ട്. പല റേറ്റിലുള്ള വണ്ടികളുണ്ട്. ചെറിയ വണ്ടി തൊട്ട് വലിയ ലക്ഷറി വണ്ടികൾ പോലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നായിരുന്നു വീഡിയോ. നമ്മുടെ ഏറ്റവും ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് എർട്ടിക അല്ലേ? ഇത് എർട്ടിക. ഓക്കെ, മാരുതി എർട്ടിക ആണ്. ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു. 2020 മോഡല് VXI പെട്രോൾ ഹൈബ്രിഡ് വണ്ടിയാണ് ഇത് അല്ലേ? 2020 മോഡൽ വണ്ടിയാണ് കേട്ടോ. അത് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വെക്കണ KL48. അതുപോലെ 43,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അല്ലെ? 43,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഒക്കെ ആയിരിക്കും. കമ്പനി സർവീസുള്ള വണ്ടി. അടിപൊളി ടയറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് 1 ഇയർ വാറന്റിയോട് കൂടിയിട്ട് 865 865. ഇതിന് നമുക്ക് വേറെ റീപ്ലേസ് ഇഷ്യൂസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അല്ലെ? ഇത് 865 ആണ്. ഇത് നമുക്ക് നെറ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് വരാം. നമുക്ക് ഇവിടെ ലോൺ സൗകര്യങ്ങളും ഓക്കെ ആണ് അല്ലെ? ലോൺ ഓക്കെ ആണ്, എക്സ്ചേഞ്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് കേട്ടോ. നമുക്ക് വണ്ടിയുടെ കാണാം. ഇത് 7 സീറ്റർ അല്ലേ? 8 സീറ്റർ 7 സീറ്റർ. 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഹൈബ്രിഡ് ആണ്. ശരിക്കും 8 സീറ്റർ ആണല്ലേ പറഞ്ഞേ? ഹൈബ്രിഡ് ആണല്ലോ വണ്ടി. വണ്ടിക്ക് നല്ല നീറ്റ് ആണ് കേട്ടോ. റേറ്റ് നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഒരു ട്രൈബർ RXT ഓപ്ഷൻ ആണ്. ഓക്കെ, അത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ അല്ല, അത് മിഡിൽ ഓപ്ഷൻ ആണ്. എന്നാലും നമുക്ക് 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എല്ലാ കാര്യങ്ങളും, പവർ സ്റ്റിയറിംഗ്, 3 റോല് AC വെന്റ് വരുന്നുണ്ട്. 3 റോല് AC വെന്റ് ഉണ്ട് കാര്യങ്ങളും. ഇതും 8 സീറ്റർ ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 36,000 കിലോമീറ്റർ ഓടി. വെറും 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആയിട്ട് കിടക്കണം കേട്ടോ. നല്ല അടിപൊളി ടയറുകളും കാര്യങ്ങളും ഉണ്ട്. കുറച്ച് വേഗത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടികൾ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. ഇതും സിംഗിൾ ഓണർ 550 ആണ് നമ്മുടെ നെറ്റ് പ്രൈസ്. ഓക്കെ, 5,50,000 ആണ് നമ്മള് നെറ്റ്. അത് ലാസ്റ്റ് നെറ്റ് പ്രൈസ് ആണ് അല്ലെ? 5,50,000 ആണ് കേട്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് 1 ഇയർ വാറണ്ടി, നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നെയിം ചേഞ്ച് കൊടുക്കുമ്പോൾ ചെയ്തു തരും. ലോൺ സൗകര്യങ്ങളുണ്ട്, എക്സ്ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരും കേട്ടോ. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഡയറക്റ്റ് വന്ന് ഒന്ന് സംസാരിക്കാം കേട്ടോ. ഈ നമ്മുടെ കാർ ഏജൻസിയിലെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ മാരുതിയുടെ എസ് ക്രോസ് ആണ് വരുന്നത് കേട്ടോ. സിംഗിൾ ഓണർ അല്ലെ? സെക്കൻഡ് ഓണർ വേരിയന്റാ പറഞ്ഞത് അല്ലെ? ഓക്കെ, എന്നാലും ഇതിലെ ഒരുവിധം എല്ലാ ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നതാണ്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാലും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഹൈബ്രിഡ് മോഡലാണ്. ഡീസൽ ഹൈബ്രിഡ് ആണ്. എനിക്ക് തോന്നുന്നു നല്ല മൈലേജ്, 20-22 ഒക്കെ മൈലേജ് കിട്ടും. മൈലേജ് കാര്യങ്ങളും കിട്ടും കേട്ടോ വണ്ടിക്ക്. മോഡൽ 19 പറഞ്ഞ മോഡൽ 19 മോഡൽ കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്പറാണ്. ഫാൻസി നമ്പറാണ്, നമ്പറാണ് 369 അല്ലേ? ഓക്കെ, വണ്ടി നല്ല കേട്ടോ. വേറെ റീപ്ലേസ് അങ്ങനെ മേജർ റീപ്ലേസ് ഒന്നുമില്ല. ടയറുകൾക്ക് നല്ല ടയറുകളാണ്. നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്റീരിയർ കാണാം. ഇന്റീരിയറെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഇന്റീരിയലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഇന്റീരിയർ ആണ് കേട്ടോ.
ചേട്ടാ അതിന് എത്രയാ പറഞ്ഞ റേറ്റ്? 865 ഇതിന്റെ പ്രൈസ്. 8,65,000 പറയുന്നത്. നമുക്ക് ലോൺ സൗകര്യങ്ങളെല്ലാം ഓക്കെ ആണ്. ഡയറക്റ്റ് വന്ന് സംസാരിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. കേട്ടോ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയോ ഉണ്ടായി വെനു 2022 മോഡൽ. 2022 പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ. തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള വണ്ടി. ടർബോ DCT ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഇത് 3 സിലിണ്ടറാ? ഇത് 3 സിലിണ്ടർ. മൈലേജ് ഉണ്ടാവില്ല? മൈലേജ് കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളുണ്ട്. ഇത് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? കിലോമീറ്റർ 63,000 കിലോമീറ്റർ. സർവീസ് ഒക്കെ പ്രോപ്പർ കമ്പനി സർവീസ്. കമ്പനി വാറണ്ടി ഇതിന് അവൈലബിൾ ആണ്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? കമ്പനി വാറണ്ടി ഉള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. ന്യൂ ഷേപ്പിലാണ് അല്ലെ? വെനുവിന്റെ പുതിയ ഷേപ്പിലുള്ള വണ്ടിയാണ്. ഇത് ഇതിന്റെ ഫുൾ ഓപ്ഷനാ? ഇതിന്റെ ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ. എസ് ഓപ്ഷണൽ ആണ്. എസ് ഓപ്ഷനിലാണെങ്കിൽ പോലും ഇതില് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 400 പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് ആണ് കേട്ടോ വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസ് വരുന്നുണ്ട്, ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, ബാക്കിൽ AC വെന്റ് കാര്യങ്ങളും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, മുകളില് റെയിൽസ് ഉണ്ട്. നല്ല അടിപൊളി ടയറുകളും കാര്യങ്ങളാണ് കേട്ടോ. ഇതില് അലോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ ടയറുകളാണ്. ഇത് അലോയ് അല്ല? ഇത് അലോയ് അല്ല വരുന്നത്, പക്ഷെ എന്നാലും ഒരു അലോയ് പോലെ തന്നെയാണ് അല്ലേ? ഓക്കെ, അടിപൊളി പുതിയ ടയറുകളും കാര്യങ്ങളാണ്. ടർബോ DCT ഗിയർ ബോക്സ് അല്ലെ? വെനു എന്താ പറയണേ? 8,95,000 ആസ്കിംഗ് പ്രൈസ്. ഡയറക്റ്റ് വന്ന് സംസാരിക്കുക. ഇതില് ലോണും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് വണ്ടി അല്ലെ? പുതിയ വണ്ടിക്ക് 14,50,000 മുകളിൽ വില വരുന്നുണ്ട്. 4 ലക്ഷത്തിന് മേലെ ഈ വണ്ടിക്ക് വില വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. 4 പുതിയ ടയറാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പരിചയപ്പെട്ടല്ലോ. ഈ ഫോർഡ് ഫിഗയോ, ഫോർഡ് എക്കോസ്പോർട്ട് ട്രെൻഡ് പെട്രോൾ ആണ് അല്ലെ? നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അല്ലേ? പെട്രോൾ ആണ് കേട്ടോ. മേജറായിട്ട് റീപ്ലേസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇഷ്യൂസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര ഓടിയേക്കണത്? ഇത് 67,000 കിലോമീറ്റർ. ഇതിൽ അത്യാവശ്യം നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എത്ര പറഞ്ഞ കേട്ടോ? ഇത് 5,20,000 അല്ലേ? 5,20,000 കേട്ടോ. ലോൺ കിട്ടില്ലേ? ലോൺ കിട്ടും. ഓക്കെ, കുറച്ച് കുറവാണ് കേട്ടോ. ഇത് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അതിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലെ? ഫോർഡൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മൈലേജ് ഒക്കെ എത്ര കിട്ടും ഏകദേശം? ഇതിന്റെ മൈലേജ് ഒരു 15 ഒക്കെ പ്രതീക്ഷ. 14-15 ആ റേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ മതി കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഇതുണ്ടോ? മൈക്ര പോയിട്ടുണ്ട് അല്ലെ? ഇത് 2015 മോഡല് ഇയോൺ ഡിലൈറ്റ് പ്ലസ് ആണ്. ഓക്കെ. സിംഗിൾ ഓണർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ അല്ലെ? അടിപൊളി ടയറാണല്ലോ. നല്ല ടയറാണ്. 4 ടയറും നല്ല ടയറാണ്. മേജറായിട്ട് ഇഷ്യൂസ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് നമുക്ക് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, AC എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? പക്കല്ലേ? എത്ര പറയണേ? 2,10,000. 2,10,000 ആണ് കേട്ടോ ഇതിന് എക്സ്പെക്ട് ചെയ്യാനായിട്ട്. ഡയറക്റ്റ് വരെ ലോണൊക്കെ കിട്ടും. ഡിലൈറ്റ് പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ 2015 മോഡൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇതിന് 1 മന്ത് നമ്മുടെ വാറണ്ടി കൊടുക്കാൻ പറ്റും. നമ്മുടെ വാറണ്ടി 2016 മുതലുള്ള വണ്ടികൾക്കാണ് നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. 2000 അതിന് മുമ്പ് നമ്മൾ സെപ്പറേറ്റ് ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ? അത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ അങ്ങനെയുള്ള പാർട്സിന് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ആണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് ഷോറൂമുകളിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അതിന് മുമ്പുള്ള വണ്ടികൾക്ക് നമ്മൾ 7 ദിവസത്തെ ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പ്ലസ് 1 മന്ത് നമ്മൾ വേറെ വാറണ്ടി നമ്മൾ സ്വന്തമായിട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ 1 മന്തിന്റെ ഉള്ളിൽ AC കംപ്രസർ, അതുപോലെ എഞ്ചിൻ, ഗിയർ ബോക്സ് അതിന് മേജർ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? അത് നല്ല കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഇതിൽ പെട്ട വണ്ടികളൊക്കെ പറയുന്നത് എല്ലാതും അതിൽ പെട്ട വണ്ടികളല്ലേ? ഓക്കെ, അടുത്ത വണ്ടി ഏതാ? നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ്.
സ്പോർട്സ് ആണല്ലേ. 2016 വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർഷിപ്പില് വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. വെറും 10,000 കിലോമീറ്റർ 14,000 അല്ലേ? 14,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. മേജറായിട്ട് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് 1200 cc ആണ് അല്ലേ? 1200 cc കാപ്പ എഞ്ചിനാണ്. സ്പോർട്സ് ആണ് കേട്ടോ വേരിയന്റ് വരുന്നത്. അപ്പൊ ടോപ്പിൽ നിന്ന് ഒരു തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് അല്ലേ? അതെ. ഇന്ത്യയിലൊക്കെ നല്ല രസമാണ്. നല്ല ഇതാണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, അതുപോലെ മാനുവൽ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്. AC എല്ലാ കാര്യങ്ങളും ഫോൾഡിംഗ് വരുന്നുണ്ട്, റിയറിലെ AC വെന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരുവിധ എല്ലാ ഓപ്ഷൻസും സ്പോർട്സിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് സിംഗിൾ ഓണർ അല്ല പറഞ്ഞ? സിംഗിൾ ഓണർ കേട്ടോ. ഇതിന് ലോണും കാര്യങ്ങളും ഒക്കെ അല്ലേ? നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഏകദേശം ഇതൊരു 30,000 രൂപ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. ഓക്കെ 30,000 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാട്ടോ. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും, എക്സ്ചേഞ്ചും കിട്ടും. എത്ര പറയണേ? 3,88,000. 3,88,000 ആണ് ഇതിന് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. ഡയറക്റ്റ് വന്ന് സംസാരിക്കാം. നെറ്റ് പ്രൈസ് ആണ് അല്ലേ? ഓക്കെ, ഡയറക്റ്റ് വരാം. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് ഒന്ന് പോവാം. അടുത്ത സിട്രോൺ അല്ലേ? ഇതെങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ? സിട്രോൺ C3 ഫീൽ എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. C3 ഫീൽ. സിംഗിൾ ഓണർ വണ്ടി? സിംഗിൾ ഓണർ. വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ സിംഗിൾ ഓണറിൽ. പുതിയ ടയറാണ്. പുതിയ ടയറുകളാണല്ലേ? 4 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വണ്ടി നല്ല നീറ്റ് ആയിട്ട് ഇരിക്കണമല്ലോ. നമ്മുടെ എല്ലാ വണ്ടികളും പക്ക കണ്ടീഷൻ ആക്കിയിട്ട് ഉള്ളിൽ കയറ്റുള്ളൂ. എന്തെങ്കിലും ചെറിയ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം കൊടുക്കുള്ളൂ. പോളിഷ് ചെയ്തിട്ടാണ് ഉള്ളിൽ കയറ്റുള്ളൂ. ഇത് നമ്മൾ ഒരു മാസത്തെ നമ്മുടെ ഇതൊക്കെ അതിൽ പെടുന്നില്ലേ? ഇതിന് കമ്പനി വാറണ്ടി ഓൾറെഡി നിൽക്കുന്ന വണ്ടിയാണ്. 2028 വരെ കമ്പനി വാറണ്ടി ഉണ്ട് അല്ലേ? ഓക്കെ. എന്നിരുന്നാലും ഒരു മാസത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ബോക്സിന് എഞ്ചിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. ആവശ്യം വരുന്നില്ല കേട്ടോ. ഓക്കെ, അത് ഇയർ ഇത്തിരി കുറഞ്ഞ വണ്ടികൾക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, സിട്രോൺ C3. ഇത് 3 സിലിണ്ടർ വണ്ടി അല്ലേ? ഇത് 3 സിലിണ്ടർ. ഇതിനൊക്കെ നമുക്കൊന്ന് മൈലേജ് ഉണ്ടാവില്ല? 17 പെട്രോൾ അല്ലേ? പെട്രോൾ. ഇന്റീരിയർ കമ്പനി മ്യൂസിക് സിസ്റ്റം നല്ല പെർഫോമൻസ് ആണ് ഇതിന്റെ. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ വരണം അല്ലേ? വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ? 4 ഡോറും പവർ വിൻഡോ ഉണ്ട് അല്ലേ? അതൊരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് സെന്ററിലേക്ക് വെച്ചാൽ പവർ വിൻഡോന്റെ സെന്ററിൽ വെച്ചേക്കാം. അപ്പൊ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. എത്ര പറയണേ? ഇത് 5,50,000. 5,50,000 ആയിട്ട് വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യണ റേറ്റ്. ഡയറക്റ്റ് വരാം. ലോഡ് എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. വണ്ടി നീറ്റ് ആണ്. ഈ വണ്ടി MISO ഹോണ്ട അമേസ് ഡീസലാ? ഇത് ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവില്ലേ? അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2014 മോഡലാണ്. 14 മോഡല് ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വരുന്നുള്ളൂ അല്ലെ? A to Z കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഫുള്ള് കമ്പനി സർവീസിലാണ്. ഡീസലായ കാരണം 10, 24, 23 ഒക്കെ മൈലേജ് ഉണ്ട്. വേറൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ലാസ്റ്റ് ജനുവരിയിൽ വരെ കമ്പനി സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ, എത്ര പറയണതിന്? ഇത് നമുക്ക് 3,40,000 കൊടുക്കാം. 3,40,000 കേട്ടോ. അത് ഏകദേശം നമ്മൾ പറയുന്നത് നെറ്റ് പ്രൈസ് ആണ് നമ്മൾ ഡയറക്റ്റ് പറയണത്. ഡയറക്റ്റ് വരാൻ നിങ്ങൾ ഇത് ലോൺ ചെയ്തുകൂടെ? നമുക്ക് ലോൺ ചെയ്യാം കേട്ടോ. പിന്നെ ഏതാ അടുത്ത വണ്ടി? ടാറ്റ ആൾട്രോസ്. ഓക്കെ, ടാറ്റ ആൾട്രോസ് XZ വേരിയന്റ് ആണ്. XZ അല്ലേ? നല്ല അടിപൊളി ടയറുകളാണ് കേട്ടോ. ബെസ്റ്റ് ടയറുകളാണ്. അലോയ് വീൽസ് ഒക്കെ വെച്ചിട്ട്. പെട്രോൾ അല്ലേ? മാനുവലി പെട്രോൾ. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി കാണും. 29,000 കിലോമീറ്റർ മാത്രം ഓടി. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്.
പുഷ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ. ഇന്റിഗ്രേറ്റഡ് സ്റ്റീരിയോ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിൽ AC വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പറയണം? 6,10,000 കൊടുക്കാം. 6,10,000 ഈ വണ്ടി പറയുന്ന റേറ്റ് കേട്ടോ. ഡയറക്റ്റ് വരാം. പിന്നെ ഏതാ അടുത്തത്? ഇത് പിന്നെ ഓൾറെഡി ബുക്കിംഗ് ആയി കഴിഞ്ഞു. ബുക്കിംഗ് ആയിട്ടുണ്ട് അല്ലേ? X300 ബുക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഏതാ? പിന്നെ ഇതും അങ്ങോട്ട് ഉണ്ട് നമ്മുടെ. പിന്നെ ഇത് ഓക്കെ. അടുത്ത നമ്മുടെ വണ്ടി ഹോണ്ടയുടെ MIC. ഇത് ഡീസലാ? അത് പെട്രോളാണ്. പെട്രോൾ. ഒരെണ്ണം നമ്മൾ അവിടെ കണ്ടത് നമ്മൾ ഡീസലായിരുന്നു. ഡീസൽ MIC ഉണ്ട് ഇവിടെ, പെട്രോൾ MIC ഉണ്ട് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് വരാം. ഇത് ഇയർ ഏതാ? ഇത് 2019 മോഡലാണ്. 2019 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഇത് എത്ര കിലോമീറ്റർ ഓടി? ഇത് 73,000 കിലോമീറ്റർ. 73,000 കിലോമീറ്റർ അല്ലേ? ഇത് മേജർ ആയിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ടയറുകളൊന്നും കുഴപ്പമില്ല. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസും സ്വിച്ചസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അല്ലേ? സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് അല്ലേ? അതെ. ഓക്കെ. എത്ര പറയണം അതിന്? ഇത് 5,30,000. 5,30,000. നമുക്ക് ലോണൊക്കെ സെറ്റ് ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. 5,30,000 പറയുന്നത്. ഡയറക്റ്റ് തരാം. പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ. നമ്മൾ ഡീസൽ കണ്ടുണ്ട്, നമ്മൾ പെട്രോൾ കണ്ടു. പിന്നെ ഏതാ? ഇതുണ്ടോ നമ്മുടെ റെനോൾട്ട്? ഇതിൽ നമുക്ക് കാണിക്കാത്ത വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനോവ പോലത്തെ വണ്ടികളാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളെ കുറച്ച് വണ്ടികൾ വരാനുണ്ട് അല്ലേ? ട്രൈബറിന്റെ സെയിം അതേപോലത്തെ അതേ കളറിൽ തന്നെയുള്ള വണ്ടികൾ അതേ കിലോമീറ്റർ തന്നെ ഒരു ഏകദേശം 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2020 വണ്ടി ഇപ്പൊ ഇന്നും നാളേക്ക് ആയിട്ട് സ്റ്റോക്കിൽ കയറും. അപ്പൊ ഓക്കെ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച വണ്ടി ഇപ്പൊ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടികൾ ഉണ്ട് നിലവിൽ, അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ലോൺ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടുത്തെ വരാനായിട്ടുള്ള ഏരിയ തൃശ്ശൂർ പടിഞ്ഞാറേ കോട്ടയില് ശങ്കരയ്യ റോഡ് 1 വേയില് സിഗ്നലിന്റെ കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലാണ്. അതായത് നമുക്ക് ഇവിടെ 1 വേ ആണ് വരുന്നത്. അപ്പൊ കോട്ടയം ജസ്റ്റ് ബാക്കിൽ കൂടെ വരണം അല്ലേ? റൗണ്ട് ചെയ്ത് വരണം. അല്ലെങ്കിൽ ജസ്റ്റ് സെന്ററിലാണ്. ഇവിടെ നടന്നു വന്നാലും MG റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരം 100 മീറ്റർ ദൂരമുള്ളൂ. 100 മീറ്റർ ദൂരമുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റും. ഇപ്പൊ നമ്മുടെ പേര് ജസ്റ്റ് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാണാൻ പറ്റും. ഷോറൂമിന്റെ പേര് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ലെഗസി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശങ്കരയ്യ റോഡ് ഓട്ടോ ലെഗസി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഡീറ്റെയിൽ കിട്ടും. നമ്മുടെ ഓഫ് റോഡും കുറച്ച് കാര്യങ്ങളല്ലേ ഇത്തിരി മോഡൽ കുറഞ്ഞ വണ്ടികൾ നമ്മൾ 1 മാസത്തെ കൊടുക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ മോഡൽ കുറഞ്ഞ വണ്ടികൾ എന്ന് പറയുമ്പോൾ മോഡൽ കുറഞ്ഞ വണ്ടികൾക്ക് നമ്മൾ 7 ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പ്ലസ് അത് കൂടാതെ 1 മാസത്തെ എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ ഇത്രയും ഭാഗങ്ങൾക്ക് നമ്മൾ 1 മാസത്തെ മെയിൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും മെയിൻ ആയിട്ട് ഒരു കസ്റ്റമർക്ക് കൂടുതൽ എക്സ്പെൻസ് വരാവുന്ന സംഭവങ്ങളാണ് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ. അപ്പൊ അതിന് നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു വാറണ്ടി കൊടുക്കും 1 മാസത്തേക്ക്. അത് 1 മാസത്തേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അത് ഇന്ന കിലോമീറ്ററിനില്ല, എത്ര ആയാലും നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അല്ലേ? അതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തന്നത് ജതീഷ് ചേട്ടനാണ്. താങ്ക് യു ഡീറ്റെയിൽ പറഞ്ഞു തന്നതിന്.